ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് വളരെ പെട്ടെന്നും വളരെ എളുപ്പത്തിലും തയ്യാറാക്കാൻ പറ്റിയ ഇറാനി പോളയുടെ റെസിപ്പി നോക്കിയാലോ? അപ്പോൾ ഇതാണ് നമ്മുടെ ഇറാനി പോള. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഇറാനി പോള റെസിപ്പിയാണിത്. അപ്പോൾ ഇതിന് വേണ്ടി ആദ്യം തന്നെ കുറച്ച് ഓയിൽ ഞാൻ ചൂടാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു 3 സവാള നന്നായിട്ട് കൊത്തി അരിഞ്ഞത്, ഉപ്പിട്ട്, പിന്നെ അതേപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്കുള്ള ഒരു മസാലയാണ് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് വഴറ്റിയെടുത്താലും മതി. അപ്പോൾ ഒന്ന് വഴറ്റി എടുക്കട്ടെ. ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് ചതച്ചതാണ് ചേർത്ത് കൊടുത്തത്. ഓരോ സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ചേർത്ത് ഇതൊന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഇപ്പോൾ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി മഞ്ഞളും ഉപ്പും ചേർത്ത് വേവിച്ചെടുത്ത ബീഫാണ്. അത് നന്നായിട്ട് ചിള്ളിയിട്ട് ഈ സവാളയിലോട്ട്, വാടിയ സവാളയിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1.5 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കുറയ്ക്കൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ കുറച്ച് ഗരം മസാല പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഗരം മസാല പൊടി അല്ലെങ്കിൽ ബീഫിൻ്റെ മസാല കിട്ടുകയാണെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ഞാനിവിടെ ഗരം മസാല പൊടിയാണ് ചേർത്ത് കൊടുത്തത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഇതിന് മുകളിലോട്ട് വിതറി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിനേക്കുള്ള ബാറ്ററും കൂടെ തയ്യാറാക്കണം. ഞാൻ 3 മുട്ടയാണ് ചേർത്തിട്ടുള്ളത്. 1 കപ്പ് മൈദക്കാണ് ഞാൻ 3 മുട്ട എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് 1 കപ്പ് മൈദയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യം 1 കപ്പ് പാലാണ്. അപ്പോൾ 1 കപ്പ് പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒന്നെങ്കിൽ മിൽമ പാൽ അല്ലെങ്കിൽ പാൽപ്പൊടി കലക്കിയിട്ട് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് പാല് ചേർത്തു. ഇനി ഒരു ഏകദേശം 1/2 കപ്പ് ഓയിലും കൂടെ, സൺഫ്ലവർ ഓയിലോ അങ്ങനെ ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും എടുക്കാം. പിന്നെ കുറച്ച് ഉപ്പ് പാകത്തിനുള്ളതും ചേർത്ത് ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഒറിഗാനോ വേണമെങ്കിൽ ചേർത്താൽ മതി, ഒരു ഫ്ലേവർ. കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. ഒറിഗാനോ ഇല്ലെങ്കിൽ ചേർക്കണം എന്നില്ല. അപ്പോൾ കുരുമുളക് പൊടിയും ചില്ലി ഫ്ലേക്സും മാത്രം ചേർത്താലും മതി. പിന്നെ ഒരു പാത്രത്തിൽ കുറച്ച് ഓയിൽ നന്നായിട്ട് പുരട്ടിയതിന് ശേഷം അതിലേക്ക് നമുക്ക് ഈ ബാറ്ററിൻ്റെ ഒരു പകുതിയോളം ഈ ബാറ്ററിൻ്റെ ചേർത്ത് കൊടുക്കാം. പകുതി ചേർത്താൽ മതി കേട്ടോ. ബാക്കി പകുതി പിന്നീട് ആവശ്യമുണ്ട്. അപ്പോൾ ആദ്യം പകുതി ബാറ്റർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടുപ്പത്ത് നല്ല ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് വെക്കുമ്പോഴേക്കും ലോ ഫ്ലെയിമിൽ വെച്ച് അതൊന്ന് വെന്ത് കഴിയും. ഇനി നമുക്കിതിനെ മുകളിലോട്ടായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മസാലയിലെ ബീഫിൻ്റെ മസാല അതാണ് ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ട് നമുക്ക് മസാല ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കുമായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലോട്ടായിട്ട് നേരത്തെ ബാക്കി വെച്ച ബാറ്ററും കൂടെ ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിക്കുമ്പോൾ എപ്പോഴും ആദ്യം സൈഡിലൂടെ ഒഴിച്ചിട്ട് പിന്നെ നടുക്കിലേക്ക് വരാൻ ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ എല്ലാ ഭാഗത്തേക്കും ഇത് എത്തും കേട്ടോ. അപ്പോൾ ഈ ഹാഫ് ബാറ്ററും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ മസാല ചേർത്തയിൽ ഞാൻ കുറച്ച് നീക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്നുമല്ല, ഇതിൻ്റെ മുകളിൽ കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നീക്കി വെച്ചതേ ഉള്ളൂ. ഒരു 2-3 സ്പൂണ് മസാലയാണ് നീക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് എൻ്റെ മുകളിലിട്ടതിന് ശേഷം പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാനൊരു ഭംഗിക്ക് വേണ്ടി കുറച്ച് മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മല്ലിച്ചപ്പാണ് ചേർക്കുന്നത്. ഇതൊക്കെ ഓപ്ഷണലാണ്. ഞാൻ കുറച്ച് ക്യാപ്സിക്കും അതേപോലെ തന്നെ തക്കാളിയും ഇതിന് മുകളിലോട്ടായിട്ട് ഒന്നിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. സ്ലൈസ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ സ്ലൈസ് ചെയ്യാം. ഒന്നെങ്കിൽ റൗണ്ടായിട്ട് സ്ലൈസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ വേണമെങ്കിൽ ചെയ്തെടുക്കാം. ഇതൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടിയാട്ടോ, ഇതൊന്നും നിർബന്ധമുള്ള കാര്യമല്ല. അപ്പോൾ ഇനി ഇത് നമുക്ക് ഒന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം കേട്ടോ. ഒരു 10 മിനിറ്റോളം വേവിച്ചെടുക്കണം. വളരെ ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. അടി കട്ടിയുള്ള പാത്രം എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ ഹോളൊന്ന് പേപ്പർ വെച്ച് അടച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഭാഗം ഇപ്പോൾ നന്നായിട്ട് വെന്തു കേട്ടോ. അപ്പോൾ വെന്തതിന് ശേഷം ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു സൈഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് മറക്കാൻ വേണ്ടി ഒരു പാന് വെച്ചിട്ട് നമുക്കിതൊന്ന് മറിച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇത് വളരെ ലോ ഫ്ലെയിമിൽ ഒരു 10-20 സെക്കൻഡും കൂടെ വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ഉഷാറ് ഇറാനി പോള തയ്യാറായിട്ടുണ്ട്.
എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്, അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കഴിയുകയും ചെയ്യും. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറന്നു പോകരുത്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ തൊട്ടടുത്തുള്ളൊരു കുഞ്ഞു ബെല്ലൈക്കൺ കാണാം, അതുകൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് സെറ്റ് ചെയ്ത് വെക്കാൻ മറന്നു പോകരുത്. വീണ്ടും റെസിപ്പിയുമായി വരുന്നത് വരെ ബൈ ബൈ.